നിങ്ങൾക്ക് ഈ FM റേഡിയോ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ ചെയ്യുന്നേരം പാട്ട് കേൾക്കുന്നതിനേക്കാളും രസാട്ടോ FM റേഡിയോ കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നേരം പാട്ട് കേൾക്കുന്നതിന് പകരം ഏത് വാഹനമായാലും അതിൽ FM റേഡിയോ എടുക്കുക. പക്ഷേ എങ്ങനെ എടുക്കുക? നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ സ്റ്റീരിയോ ഉണ്ടാകും. ആ സ്റ്റീരിയോയിൽ FM റേഡിയോ ഉണ്ടാകും. അങ്ങനെ ആക്സസ് ചെയ്യും. നമ്മളെ മൊബൈലിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൊബൈൽ ഫോണിലുണ്ട്, പക്ഷേ അതെല്ലാ ചാനലും കിട്ടുകയില്ല. അതിന് നമ്മൾ മൈക്രോഫോൺ കണക്ട് ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ കുറേ ചൊറയൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ, നെറ്റ് മാത്രം ഉണ്ടായാൽ മതി, ഏത് ചാനലും, ഏത് രാജ്യത്തുള്ള ഏത് ഭാഷയിലുള്ള ഏത് ചാനലും, ഏത് FM ചാനലും നമുക്ക് ആക്സസ് ചെയ്യാനാവും. അതെങ്ങനെ? അതിന് FM റേഡിയോ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ എല്ലാ ചാനലും, എല്ലാ ഭാഷയിലുള്ള എല്ലാ ചാനലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളിതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ലിങ്ക് കൊടുക്കുന്നത്. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നേരം നമ്മളെ വെബ്സൈറ്റിലേക്കാണ് പോവുക. നേരെ താഴേക്ക് പോയാൽ പച്ച ബട്ടൺ കാണാം, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് ഉണ്ടാകുക. ഇതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ കൺട്രി എന്നുള്ള ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാ രാജ്യവും ഇതിൽ കാണും. നമ്മളെ ഇന്ത്യൻ്റെ ഫ്ലാഗോട് കൂടിയുള്ള ഒരു ഐക്കൺ കാണാം, ഇന്ത്യ എന്നുള്ള പേരും കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ചാനലും കിട്ടും. അത് ഓരോ സംസ്ഥാനം കാറ്റഗറി തിരിച്ച് കൊടുത്തേക്ക് മേലെ തന്നെ സംസ്ഥാനങ്ങളെ പേര് കാണാം, ആൽഫബറ്റിക് ക്രമത്തിലുള്ളത്. ഇതിൽ K എന്നുള്ള അക്ഷരത്തിന് നേരം നമ്മളെ കേരളവും വരും. അതൊന്ന് നോക്കുക. കേരളം അവിടെ പോയി, കേരളമേ വരൂ വരൂ കേരളം. ഇതാ കേരളം വന്നിക്ക്. അത് കേരളം സെലക്ട് ചെയ്താൽ മലയാളത്തിലുള്ള എല്ലാ ചാനലുകളും നമുക്ക് ഇതിൽ കിട്ടും. ഇതെത്രയായത്? ഇത്രയൊക്കെ ചാനൽ, FM ചാനൽ മലയാളത്തിലുണ്ട് എന്ന് തന്നെ ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. പേര് ഇതുവരെ കേൾക്കാത്ത പേരൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇതാ ഓപ്പൺ ചെയ്ത്, കേൾക്കുന്നുണ്ടോ? ഓപ്പൺ ചെയ്താൽ ആ ചാനൽ അങ്ങ് ക്ലിയർ ആയിട്ട് വർക്കിംഗ് തുടങ്ങി. ഇത് ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ്, വോളിയം എനിക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ? നല്ല ക്ലിയർ ആയിട്ട് നല്ല വോയിസിൽ. നിങ്ങളിപ്പോൾ ബ്ലൂടൂത്ത് കൂടെ മറ്റൊരു സ്പീക്കറിലൊക്കെ, സ്റ്റീരിയോ സ്പീക്കറിലൊക്കെ കണക്ട് ചെയ്യാണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് FM റേഡിയോ ഉപയോഗിക്കാനാവും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാണ്. എല്ലാ ചാനലും ഇതിങ്ങനെ ഇവിടെ രണ്ട് സൈഡിൽ ഏരോ മാർക്ക് ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് നമുക്ക് ഇങ്ങനെ മാറ്റി എടുക്കാം. ഇങ്ങനെ ഓരോന്നും ഇതാ കണ്ട, ഇഷ്ടം പോലെ റേഡിയോ ഉണ്ട്. എല്ലാം നമുക്ക് ഉപയോഗിക്കാനാവും. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്ലേ ചെയ്യിക്കാനാവും. അപ്പോൾ സംഭവം അങ്ങനെയൊക്കെ എടുക്കില്ലേ? FM റേഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.